എങ്ങനെയുണ്ട് വില്ലത്തില്ലേ? പറയണ്ട. അയ്യോ സൂപ്പർ. എന്നോട് പാവം. നീ നിന്റെ മോളല്ലേ, പിന്നെ പറയാം. അപ്പൊ ഇത് 2020 അടി. 2020 ഏത് മാസമുള്ള? 6 വയസ്സായ മുതലാത്. അവളുടെ ഞാൻ പറഞ്ഞേ, അവള് ഭയങ്കര ചാടം ചാടിയപ്പോ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിന്റെ ഈ ബൈക്കും നിന്റെ കാറും കൂടെ എന്റെ വീട്ടിൽ കൊണ്ട് ഇടും, എന്നിട്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. നിന്റെ അങ്ങനെയല്ല, നിന്റെ കൊച്ചില്ലടാ. ഞാൻ പറഞ്ഞു എനിക്ക് കൊച്ചിനെയും വേണ്ട നിന്നെയും വേണ്ട, നീ വലിയ മുണപ്പ് കാണിക്കേണ്ട, പോണടിന്ന് പറഞ്ഞു. അതായത് തരുന്നോളം നിന്റെ എല്ലാ പ്രശ്നവും തീരുമല്ലേ. അവള് 2020 നവംബർ 5-ാം തീയതി എൻ്റെ അടുത്തേക്ക് പോണെന്ന് പറയണം. എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് എന്നെ കാണാൻ പോണെന്ന് പറഞ്ഞാൽ മതി. ഞാൻ എവിടെ ഉണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ അവളെ നേരിട്ട് കാണാൻ പോവാ. ഫോൺ വിളിച്ചിട്ട് കാര്യമില്ല, അവളെ ഡയറക്റ്റ് പോയി കാണാൻ പോവാന്ന്. ഇപ്പൊ അതാണ് സംസാരിച്ചോണ്ടിരുന്ന. ഭയങ്കര ബഹളായി. അവൾ അങ്ങനെ ഇങ്ങനെ. ഞാൻ പറഞ്ഞു നീ ആരെ കൂടെ പോടി അവരാജിന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ പൊന്നൂസിനെ വിളിച്ചിട്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എൻ്റെ വണ്ടി എന്നിട്ട് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിനക്ക് വണ്ടി തരും, നിന്റെ പേരിലുള്ള വണ്ടി തരും, എൻ്റെ പേരിലുള്ള വണ്ടി തരും, എനിക്ക് 6 മാസം നഷ്ടപരിഹാരം തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഭയങ്കര ഇവിടെ സംസാരമൊക്കെ നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. മിക്കവാറും ഇപ്പൊ സ്റ്റേഷനിൽ പോകുള്ളൂ. മിക്കവാറും ഇപ്പൊ കൊണ്ട് കേസ് കൊടുക്കും സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി എനിക്ക് അങ്ങോട്ട് വരണം. അതിന് നീ എന്നെ സഹായിച്ചേ പറ്റൂ, വേറെ നിവർത്തിയില്ല കേട്ടാ. ഞാൻ വൈകിട്ട് വിളിക്കാം, എന്താണെന്ന് നോക്കട്ടെ. കേസ് കൊടുത്ത് പോലീസ് വിളിക്കുകയാണെങ്കിൽ ഇന്നിപ്പോ രാത്രി ഇവിടെ നിന്ന് കയറണം. നാളെ വണ്ടിയും കൊടുക്കൂല, ഒരു മൈനും കൊടുക്കൂല, അത് വേറെ. അങ്ങനെ ഒളിച്ചോടിയിട്ട് എന്താ കാര്യം? പോലീസ് സ്റ്റേഷനിലുള്ള കാര്യം പറയണം. വീട്ടുകാർ നിർബന്ധിച്ച് കല്യാണം കഴിച്ചത്. ഒരു പ്രഗ്നന്റുമാണ്. അവൾ ഇന്ന പോലെയാണ് അവരുടെ സ്വഭാവം. അവൾ ഒന്നാം തരം സൈക്കോയാണെന്ന് പറയാം. എനിക്ക് താങ്ങാൻ പറ്റൂല. നിങ്ങൾ തുറന്ന് പറയണം. എന്നോട് പേടിച്ചോടല്ലേ ചെയ്യേണ്ടത്. എൻ്റെ പേര് പറഞ്ഞ എൻ്റെ അടുത്തേക്ക് പോണേന്ന് പറഞ്ഞു. പോലീസിൽ പോവും, യുദ്ധം, കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ ശേഷം പിന്നെ വിളിച്ചൊന്നുമില്ല. മിക്കവാറും സ്റ്റേഷനിലോട്ട് പോയിട്ടുണ്ടാവും. പൊന്നാ നീ എവിടെ? നീ ഒന്നും കാണുന്നില്ല, എന്ത് പറ്റിടി? പൊന്നാ നീ എവിടെ? നീ ഇന്ന് ഓഫ് ചെയ്ത് വെച്ചേക്കുന്നത് എന്താ? നിനക്ക് നല്ല വല്ല പരിപാടി ഉണ്ടായിരുന്നു നിനക്ക്? ഇപ്പൊ നീ എന്താണ് നിന്റെ പരിപാടി? പറഞ്ഞ കേക്കട്ടെ. വേണ്ടടി നിനക്ക്? വേണ്ടെങ്കിൽ വേണ്ടെന്ന് തുറന്ന് പറയണം. എവിടെയടി നീ? എന്താണ് നിന്റെ ഉദ്ദേശം? ഇന്നലെ ഞായറാഴ്ചയായിട്ട് ഒരു കോള് പോലും വന്നില്ല നിന്റെ. ആരുടെ ആയിരുന്നു? അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, നമുക്കും മക്കൾക്കും സുഖമാണ്. ഞാൻ ഉപ്പയും പുറത്തു പോയിട്ട് വന്നേ ഉള്ളൂ. എൻ്റെ കൂടെ ഉപ്പ ഒരു കാര്യത്തിന് ഇറങ്ങി. ഞാൻ 2 മാസത്തിന് മുമ്പ് ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ടായിരുന്നു, വർക്കല മിഷ്യനിൽ ന്യൂമോണിയ ആയിട്ട്. അപ്പം ഞാനൊരു മാല പണയം വെച്ചിട്ടാണ് ഡിസ്ചാർജായി ഇറങ്ങിയത് 20,000 രൂപയ്ക്ക്. അപ്പോൾ ഷാൻ ഇതറിയാതെ ഷാൻ്റെ പേർക്കാണ് വെച്ചത്. എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ബില്ലടിച്ച് ഇറങ്ങണമല്ലോ. അപ്പോൾ ഒരു നെക്ലസ് ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ 2-3 പേര് വെച്ചിട്ട്, ഇത് മഹറാണെന്ന്. ആ നെക്ലസ് 20,000 രൂപയ്ക്ക് പണയം വെച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഷാന് ഞാൻ അറിയാതെ ഈ സ്വർണം കൂട്ടിയെടുത്ത് 26,000 രൂപയ്ക്ക് കൂട്ടിയെടുത്ത്. ഇത് ആകെ പ്രശ്നമായി. ഇന്ന് അഹല്യയെ വിളിച്ചപ്പോൾ ഓണർ വന്നാലേ സ്വർണം തരൂ, അങ്ങനെ തരുള്ളൂ, ഞാൻ കുറച്ച് പൈസ അതിൽ നിന്ന് കൂട്ടിയെടുക്കാമെന്നും പറഞ്ഞ് നോക്കി നിന്ന്, നമുക്ക് ചിലവില്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ ഷാനെ വിളിച്ചു. ഷാൻ ഫോൺ എടുത്തു, അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഷാൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം, പെട്ടെന്ന് വരാൻ പറഞ്ഞു. അങ്ങനെ ഷാൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, വന്നു. ഇവിടെ ഉപ്പ ഉണ്ടായിരുന്നു. ഉപ്പാരുടെ അടുത്ത് ഞാൻ പറഞ്ഞ് എന്താണ് നല്ല രീതിയിൽ വിളിച്ചാലേ വരുള്ളൂ, അല്ലാതെ വൈലൻ്റ് ആവും. ഇന്നലെ വണ്ടിയുടെ വൈലേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ വണ്ടിയൊക്കെ ഞാൻ കൊടുത്ത് എന്തോ ആവട്ടെ കൊണ്ടുപോയിക്കോട്ടെ 2 വണ്ടിയും. അപ്പോൾ എനിക്ക് സ്വർണം കൊടുക്കാൻ പറ്റത്തില്ല, കാരണം അത് നല്ല കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലാണ്, മോൾക്കുള്ളതാണ് അതൊക്കെ. അപ്പോൾ ഞാനൊരു കാര്യമുണ്ട്, ഇന്ന് എൻ്റെ കമ്മൽ ഊരിയിട്ട് കൊടുത്തിട്ട് ഞാൻ എടുത്തു. അതിൻ്റെ എടുക്കാനുള്ള വിശദീകരണമാണ്, എടുത്തത് എങ്ങനെയെന്നുള്ള വിശദീകരണമാണ് പറയുന്നത്. അങ്ങനെ ഷാൻ വന്നു. ഷാൻ്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ ഉപ്പാൻ്റെ സമക്ഷത്തിൽ തന്നെ മൊബൈൽ എടുത്തു. ഷാൻ സിറ്റ് ഔട്ടിരുന്നു, ഉപ്പ അവിടെ ഇരുന്നു സംസാരിച്ചു. അപ്പോൾ ഷാന് നെജിലായ വേണം. ബാബ പറഞ്ഞ് അങ്ങനെ പറ്റത്തില്ല, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ആ സ്വർണ്ണം എത്ര രൂപയ്ക്ക് കൂട്ടി വെച്ചു ഉപ്പ ചോദിച്ചു. ഞാൻ 5,000 കുറച്ചും കൂടെ എടുത്തു. ഉപ്പ എന്താവശ്യത്തിന്? അതെനിക്ക് ചിലവിന് വേണ്ടി. എന്ത് എടുത്തു? കുടിച്ചു തീർക്കാൻ വേണ്ടി, കറങ്ങാൻ വേണ്ടി, വണ്ടിയിൽ എണ്ണ അടിക്കാൻ വേണ്ടി. എന്നിട്ട് ഇതൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ആ അനിയനെന്ന് പറയുന്ന ഇവനിക്ക് മദ്യപിക്കാൻ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അനിയനെ വിളിച്ചപ്പോൾ എനിക്ക് ചേട്ടൻ്റെ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ ഈ കിളവിയെ വിളിച്ചപ്പോൾ എന്നെ വിളിക്കണേ അപരാധി. ഞാൻ പറഞ്ഞു ചെന്ന് വിളിച്ചു കൊടുന്ന് പറഞ്ഞു. ചെന്ന് വിളിച്ചു കൊടുടി എന്ന് പറഞ്ഞു. ഇങ്ങനെ തന്നെ പറഞ്ഞത്. കാരണം ഒരു കാര്യം വിളിക്കും, നിൻ്റെ കയ്യിലല്ലേ എല്ലാം. അങ്ങനെ ഇവനെ നേക്കിന് വിളിച്ചു. ഞാൻ ഉപ്പയും ഇവിടെ നിന്ന് കല്ലമ്പലത്തിൽ പോയി
മൊബൈലപ്പം ഞാൻ വണ്ടി ഇരുന്ന് നോക്കിയപ്പോൾ ഞാൻ സരിത എന്ന് പറയുന്ന ഒരു പെണ്ണിൻ്റെ കാര്യം 38 വയസ്സ് ആലുവയിൽ പാത്രം കഴുകുന്ന ജോലി ചെയ്യുന്നൊരു പെണ്ണിൻ്റെ കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയത്. ഇതൊക്കെ ഞാൻ പിന്നെയാണ് വിശദീകരിച്ച് അറിയുന്നത്. ഇവനെല്ലാം ചുമ്മാടിയെന്നാണ് പറഞ്ഞത്. ബസ്സിൽ കയറുന്ന ഒരു ആൾ മാത്രം ഒരു നവളെന്നാണ് പറഞ്ഞത്. അവിടെ സജിനയായിട്ട് ഇസ്ലാം മതമായിട്ട് അവിടെ കൊണ്ടു നടന്നു. ഇവൾ യഥാർത്ഥത്തിൽ ഇസ്ലാം മതമല്ല, സരിത എന്ന് പറയുന്ന ഒരിതാണ്. എന്നിട്ട് ഇവളുമായിട്ടുള്ള നമ്മളുമായിട്ടുള്ള ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോയപ്പോൾ ഇവളെ ഇടപെടലുകൾ, ഇവൾ രഹസ്യമായി പൈസ അയച്ചു കൊടുപ്പ്, ഇവനെ മദ്യപിക്കാൻ, ഇവർ തമ്മിലുള്ള ചാറ്റിങ് കാര്യങ്ങൾ ഞാൻ പലതവണയും പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പലതവണയും ഈ സരിതയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ ഇനി ഇവൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി കോണ്ടാക്ട് ചെയ്യരുത്, ബ്ലോക്ക് ചെയ്തോളണം എന്ന് പലതവണയും പറഞ്ഞു. എപ്പോഴും ഈ പിണങ്ങി പോകുന്ന സമയങ്ങളിലും പുറത്തു പോയും ഇവളുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പം ഞാൻ ഇവൻ്റെ ഫോണിൽ പൊന്നൂസ് എന്നാണ് സേവ് ചെയ്തേക്കുന്നത്. ഞാൻ റെക്കോർഡ് ആഡ് ചെയ്ത് കേട്ടുന്നുണ്ട്. നിങ്ങളത് കേട്ട് നോക്കണം. ഒരു സ്വന്തം ഭാര്യനെ കുറിച്ച് കാമുകിയുടെ അടുത്ത് പറയുന്ന കാര്യങ്ങളാണ് ബാക്കി കാര്യങ്ങൾ. അപ്പം ഞാൻ ഇത്രയും ഇനി വന്നിട്ട് ഞാൻ സരിതേനെ ഇവൻ്റെ ഫോണിൽ നിന്ന്, എൻ്റെ ഫോണിൽ നിന്ന് നമ്പർ ഇവൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഞാൻ എടുത്തു, വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, നീ ഷാനിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു? ഞാൻ വിളിച്ചിട്ടില്ല, നായിൻ്റെ മോനെ. ഞാൻ നിങ്ങളടുത്ത് ആ റെക്കോർഡ് കേൾപ്പിച്ചുതരാം. ഈ ഒരു 5 ദിവസത്തിനകത്ത് അയച്ച മെസ്സേജുകളാണ് ഈ വീഡിയോയിൽ ഫസ്റ്റ് കേൾക്കുന്നത്. ഇങ്ങനെയുള്ള ഒരുത്തൻ്റെ കൂടെ ഞാൻ എന്നെ വേണം എന്ന് പറയാൻ എന്ത് ഇത്? അവൻ എന്നെ പുറത്തിറങ്ങിയാൽ, ഞാൻ എറണാകുളത്ത് പോകണമെന്ന് പറഞ്ഞു, പുറത്തിറങ്ങിയാൽ എന്നെ കൊല്ലുമെന്ന് പറയുന്നു. അപ്പോഴിങ്ങനെ കാമുകി, അപ്പം ഇവൾ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തവനെ നിൽക്കുകയാണ്. ഇങ്ങനെ ഒരുമ്പെട്ട് നടക്കുന്ന കുറേ സ്ത്രീകളുണ്ട്. അതായിരുന്നു ഷംസിൻ്റെ ജീവിതവും തീർത്തവന. അപ്പം ഇവൾ കുറേ പൈസ കൊടുക്കുന്നുണ്ട്. അവളെ വിളിക്കണം പൊന്ന. അപ്പം എന്നെയും വിളിക്കും. അതെ, ഞാൻ ഇവനെ എങ്ങനെ വിശ്വസിക്കും? അവൻ്റെ കൂടെ ഒരു പെൺകുട്ടിയും കൊണ്ട് എങ്ങനെ ജീവിക്കും? ഇന്നും അവൻ നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ട്. അഹല്യയിൽ സ്വർണ്ണം അവൻ എടുത്ത് തരൂല. പിന്നെ അവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞ് ഞാൻ കാതി കിടക്കുന്ന കമ്മലതിന് പകരം ഊരിയിട്ട് മാല തിരിച്ചെടുത്ത്. കാരണം എന്തെങ്കിലും എനിക്ക് സംഭവിച്ചു പോയാൽ വേറെ ആരുമില്ല. ഞാൻ എല്ലാവരിലും കൊടുത്ത സ്വർണ്ണങ്ങളും ബാക്കി കാര്യങ്ങളും എല്ലാം പോയി. ഇനി ആകെയുള്ള കച്ചിത്തുരുമ്പ് അതൊക്കെ മാത്രമേ ഉള്ളൂ. ആരെടുത്തും കൊടുത്ത സ്വർണ്ണമൊന്നും ഇനി തിരിച്ച് ചോദിക്കാൻ പറ്റൂല, എടുക്കാൻ പറ്റൂല, ഒന്നും എടുക്കാൻ പറ്റൂല. അപ്പോൾ ഞാൻ കാറ് അവൻ്റെ പേർക്കാണ് എടുത്തിരിക്കുന്നത്. ബൈക്കിൽ എനിക്ക് വൈലേഷൻ തരുന്നുണ്ട്. ബൈക്കും കാറും ഒക്കെ നീ എന്തെന്ന് വെച്ചാൽ ചെയ്തോ, ഞാനിനി അതിനൊന്നും യാതൊരു ബാധകവുമല്ല. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് വെച്ചാൽ, ഞാൻ നിന്നുമായിട്ട് ഇനി മുന്നോട്ട് ജീവിക്കുന്ന പ്രശ്നമില്ല. ഇന്നലെയും നീയും അവളും വിളിച്ച് സംസാരിച്ചു. ഞാൻ അവളടുത്ത് ചോദിച്ചപ്പം വിളിച്ചില്ല എന്ന് പറഞ്ഞു അവൾ. അവളെ ഭർത്താവിൻ്റെ പേരിന് നിങ്ങൾക്ക് ചിലപ്പം അറിയാൻ പറ്റും, സുൽത്താൻ ഹാരിസ്. അതിന് മുമ്പ് അവൾക്ക് വേറൊരെണ്ണമുണ്ട്. അവളെ ഇപ്പം എന്താണെന്നറിയാമോ, ഇവന് ഞാൻ കുഞ്ഞിനെ പ്രസവിച്ച് അവളെ കയ്യിൽ കൊണ്ടു കൊടുത്ത് അവൾ ഇവനും കൂടെ അവിടെ ലോഡ്ജ് എടുത്താൽ വീടെടുത്താൽ താമസിക്കാനാണ്. എൻ്റെ കുഞ്ഞിനെ ഞാൻ ഇസ്ലാം മതത്തിൽ ജനിച്ച കുഞ്ഞിനെ ഞാൻ കാഫറായിട്ട് കൊടുക്കണോ? അള്ളാഹുമായിട്ട് ഇതൊക്കെയല്ലേ എനിക്ക് കാണിച്ചു തന്നത്. എന്നിട്ട് അവൻ കൂടെ പറയും, എൻ്റെ പൊന്നൂസ് വിളിച്ച ഇതൊന്നും അല്ല കേട്ടോ, എനിക്ക് തരും വലിയ ധൈര്യത്തിൽ. അതുകൊണ്ട് ഷാൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നീ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ വെച്ചിട്ട് അവൾ എനിക്ക് വേണ്ടി എന്തോ ഒരു ക്ഷുദ്രം ചെയ്ത് അവിടെ വെച്ചാണ് അവർ കല്യാണവും കഴിച്ചതെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഇനി എന്തർത്ഥത്തിൽ ജീവിക്കും? എൻ്റെ വീട്ടുകാരെ വെറുത്തു, എൻ്റെ സഹോദരങ്ങളെ വെറുത്തു, എൻ്റെ എല്ലാവരെയും വെറുത്തു. അവൻ്റെ ഉമ്മ ഇച്ചിരിയെ കുടിക്കോളം എന്ന് പറയണേ അവൻ്റെ ഉമ്മ ഇവന് കൂട്ടിയിരിക്കുന്നു. ഞാൻ എന്തർത്ഥത്തിൽ ഇവൻ്റെ കൂടെ പോകും? ഇവൻ പറയണു ഞാനില്ലാതെ പറ്റത്തില്ല. എൻ്റെ കൊച്ചിനെ പോലും ഇവരുടെ ജീവിച്ച ഈ കാഫറിൻ്റെ കൂടെ ജീവിച്ച ആളുടെ കൂടെ എൻ്റെ കൊച്ചിനെ പോലും, ഇത് ജാതി പറയല, കൊച്ചിനെ പോലും വാപ്പാരടുത്ത് ഞാൻ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ഞാൻ അറിയുന്ന കാര്യമല്ലായിരുന്നു. ജുമൈല എന്നെ കുറേ പ്രാവിയില്ലേ, ജുമൈല ഞാൻ കാരണമല്ല. ഇവൻ ആലുവേന്ന് ഞാൻ എന്തുകൊണ്ടാണ് ഇനി വരുന്നത്? ഈ സരിതയുടെ ശല്യം കൊണ്ടാണ്. കാരണം ഇവന് എന്നെയും വേണം അവളെയും വേണം. അവളും ജോലി ചെയ്യുന്ന പൈസ ഇവൻ കൈപ്പറ്റുന്നു, എന്നിൽ നിന്നും ജോലി ചെയ്യുന്ന പൈസ ഇവൻ കൈപ്പറ്റുന്നു. അപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞെന്നറിയാമോ, കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് ആ റെക്കോർഡ് കേട്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ഇവർ തമ്മിൽ വീഡിയോ കോൾ വിളി. കാരണം ലോഡ്ജുകളിൽ പല രാത്രികളിലും ഇവരുമായിട്ടാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇതൊക്കെ പിന്നെ ആലുവയിലുള്ള പയ്യന്മാർ പറഞ്ഞാണ് ഞാൻ അറിയുന്നത്. തെളിവുകളുണ്ട്, ലോഡ്ജിൽ നിന്നുള്ളൊരു ഫോട്ടോസുണ്ട്, അമ്പലത്തിൽ വെച്ച് താലിയിട്ട് ഫോട്ടോസുണ്ട്. ഇപ്പോഴും ഇവൻ ഉപയോഗിക്കുന്ന എൻ്റെ ഫോണാണ്, ഇപ്പോഴും ഉപയോഗിക്കുന്നത് എൻ്റെ കാര്യങ്ങളാണ്. എന്തർത്ഥത്തിൽ ഞാൻ ഇവൻ്റെ കൂടെ ഇനി ജീവിക്കും? എനിക്കൊരു പെൺകുഞ്ഞാണ് വളർന്നു വരുന്നത്. അതുകൊണ്ട് ഷാൻ്റെ അടുത്തും ഷാൻ്റെ ഉമ്മയുടെ അടുത്തും പറയാനുള്ളത്, ദയവ് ചെയ്തിട്ട് എന്നെ ഇതിൽ ദ്രോഹിക്കാൻ വരരുത്. എനിക്ക് നിങ്ങളാ മോനുമായിട്ട് യാതൊരു ബന്ധങ്ങളുമില്ല. ഇനി ഇവിടെ മെനിയാന്ന് ടെറസിൻ്റെ മണ്ടയിൽ വന്നു എന്ന് അവൻ തന്നെ ഉപ്പാരടുത്ത് പറയുന്നുണ്ട്. ഇനി ഇവിടെ വരികയാണെങ്കിൽ ആൾക്കാർ കൂടി തല്ലിക്കൊല്ലും. നീയും നിൻ്റെ കാമുകിയൊത്ത് ജീവിക്കുക. എനിക്ക് നിന്നൊത്ത് ജീവിക്കാൻ താല്പര്യം ഇല്ല. കാരണം ഇന്നും നീ നല്ല രീതിയിൽ മദ്യപിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോഴും നീ മദ്യപാനമാണ്. കല്ലമ്പലത്തിൽ ഇറങ്ങി എല്ലാവരും പറഞ്ഞു, നീ നേക്കിന് നിൽക്കുമ്പോൾ ഞാൻ നിൻ്റെ കൂടെ അങ്ങ് വീഴോ? നീ പറ, വീഴോ? എന്തായാലും ഞാൻ ഇനി ഒരുത്തൻ്റെ കൂടെയും ജീവിക്കുന്നില്ല. എനിക്ക് എടുത്തതും കിട്ടിയതും ഒക്കെ മതി. അപ്പം പെണ്ണൊരുമ്പട്ടാലെന്നൊരു ചൊല്ലുണ്ട്.
ജുമൈല, നീ എന്നെ ഒന്നും ചെയ്യണം. നിൻ്റെ മാപ്പിളെ ഞാൻ അറിഞ്ഞില്ല അമ്പലത്തിൽ കയറി താലി കെട്ടിയ കാര്യം. ഇനി ഈ തെറ്റുകളൊക്കെ നിൻ്റെ മാപ്പിളയ്ക്ക് തിരുത്താൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. 2ാം ഭാര്യയല്ല ഞാൻ 3ാം ഭാര്യയാണ് നിലവിൽ. ബാക്കിയൊക്കെ ആലുവയിൽ കുറേ ആൻറ്റിമാരുടെ താമസിച്ചിട്ടുണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. പക്ഷേ ഇതാണ് തെളിവ് സഹിതം ഞാൻ പബ്ലിക്കിലിടുന്നുണ്ട്. ഇനി നിങ്ങൾ പറയണം. ഇന്നലെ വരെ അവൻ മെസ്സേജ് അയച്ചതാണ്. ഞാൻ അവൻ്റെ ഫോണിൽ നിന്ന് പെട്ടെന്ന് ഫോർവേഡാക്കി എൻ്റെ ഫോണിലോട്ടാക്കി. നിങ്ങൾ കേട്ട് നോക്കണം എന്തൊക്കെയാണ് ഇത്. അപ്പം എങ്ങനെ ഞാൻ വിശ്വസിക്കും? അവൻ ഇപ്പോഴും പൊന്നാ ഉപ്പ എനിക്ക് പൊന്നിനെ വേണം. ജീവിക്കില്ല. നീ സരിതയുടെ കൂടെ ജീവിച്ചോ? നീ നിൻ്റെ കാറും അവളെയും കൊണ്ട് കയറ്റി കറങ്ങിക്കോ. നീ ആദ്യം ബൈക്ക് എടുത്തമ്മ, നീ അവളെയും കൊണ്ടാണ് ബൈക്കിൽ കയറ്റിയത്, എൻ്റെ ബൈക്കിൽ. ഇതൊക്കെ ഞാൻ അറിയാൻ വൈകിപ്പോയി. പക്ഷെ ഞാൻ നിരപരാധിയാണ് ഇതിനകത്ത്. എൻ്റെ ഒരുപാട് പൈസകൾ പറ്റിയിട്ടുണ്ട്. ഞാൻ എവിടെ പോകണം എന്ന് നീ തിരക്കണ്ട, എന്തിനു പോകണം എന്ന് നീ തിരക്കണ്ട. നീ തിരക്കിക്കോ നിൻ്റെ അവളെ കാര്യം. പിന്നെ ഒരുമ്പട്ടോളടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അവൾ പറയണേ, ഞാൻ ആ 9 മോനെ വിളിച്ചിട്ടില്ല. അവളടുത്ത് എനിക്ക് പറയാനുള്ളതെന്നുണ്ട്. മണിക്കൂറോളം പാതിരാത്രി 11:30, 12:30, 1:30 നിനക്ക് എന്ത് കിട്ടാനാണടി? നീ ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് വേറെ കല്യാണം കഴിച്ചെന്ന്. ഇങ്ങനെ നടക്കുന്ന ആരടി നിന്നെ കുടുംബത്ത് കയറ്റണ ഒരുമ്പട്ടോളെ, 9 മോളെ? എനിക്ക് ഇത്രയാണ് നിൻ്റെ അടുത്ത് പറയാനുള്ളത്. ഒരു ഇസ്ലാമിൽപ്പെട്ട ഒരേ പുരുഷന്മാരാ കുറേ എണ്ണം ഇങ്ങനെ നടക്കും, ഊരും പേരും ഇല്ലാത്തത്. നിനക്ക് അവൻ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ നീ എടുത്തോടി. ഇസ്ലാമിൽ ജനിച്ചിട്ട് കാഫറായിട്ട് മരിച്ചല്ലോടാ നീ. എനിക്ക് ഇത്രേ പറയാനുള്ളൂ നിൻ്റെ അടുത്ത്. നീ ഒരു കാരണത്തിലും എൻ്റെ ഒരു നിഴല് പോലും ഇനി വരരുത്. നീ എന്നെ മൊത്തം വലിപ്പിച്ച് ഇപ്പോഴും എനിക്ക് കുറേ കടക്കണിയായി. ഇപ്പോൾ വീണ്ടും 5000, 6000 രൂപ കടക്കണിയാക്കി. എന്നിട്ട് പോട്ട് സാരയില്ല. തവക്കൽത്തു അലല്ലാ, അള്ളാഹുമായിട്ട് എല്ലാം അറിയിച്ചു തന്നു. നിൻ്റെ ഉമ്മ വലിയ വീരവാദം അടിക്കുന്നുണ്ടല്ലോ. നീ സഫീനായി വിളിച്ച് പറഞ്ഞല്ലോ, നിനക്ക് എന്ത് യോഗ്യതയാണടാ? നീ എൻ്റെ കൂടെ ജീവിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടാ? മരിച്ചെൻ്റെ മയ്യത്ത് ചവിട്ടിയാൽ പോലും, അല്ലെങ്കിൽ നിന്നിലുള്ള ആരെങ്കിലും എൻ്റെ ഉപ്പാരെടുത്ത് വന്ന് പറഞ്ഞ് നിൻ്റെ ഫോൺ യൂസ് നീ ഇല്ലാണ്ടാക്കണം. നീ ഇനി എനിക്കൊരു ഫോണും കൊണ്ട് തരണ്ട, ഒരു കുന്തവും കൊണ്ട് തരണ്ട. നിൻ്റെ പൊന്നൂസ് നിങ്ങൾ കേട്ട് നോക്കൂ മക്കളെ, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടാകുന്നു. ഇത്രയേ ഉള്ളൂ. അവളെ ഫോട്ടോയും അവൻ്റെ ഫോട്ടോയും ഞാൻ ഇടാൻ പോവുക പബ്ലിക്കിൽ. ഇനി എന്തോ വരട്ടെ, ഞാൻ എന്തായാലും നാറിയല്ലോ, ഞാൻ കുളിച്ചങ്ങ് കയറിക്കോളാം. നാറ്റം വരട്ടെ. ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.